ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്താണ് ഒരു സി പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം എഴുതി എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ ഒരു വീഡിയോ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സി പ്രോഗ്രാമിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മീനിങ്, അതെന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കറിയാം, ഒരു സി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ നോർമലി എഴുതാറ്. ഈ ഓരോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനും അതിൻ്റേതായ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ വർക്കിംഗ് മോഡലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഇൻസ്ട്രക്ഷനും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാമ്പിൾ കോഡ് എഴുതി അതിൻ്റെ ഓരോ ലൈനും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു സി പ്രോഗ്രാം സ്ട്രക്ചർ. ഇതിനകത്ത് ഫസ്റ്റ് ലൈന് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ള ലൈനിന് പറയുന്ന പേരാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. അതായത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൈലറിനോട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടി പറയുന്നതാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ചെയ്യുന്നത്. അതായത് ഇത് ബാക്കിയുള്ള പ്രോഗ്രാം ലൈനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹാഷ് എന്നുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യേണ്ട കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ പ്രിൻറ്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹാഷ് ഇൻക്ലൂഡ് stdio.h അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ഹെഡർ ഫയലിനകത്താണ് ഈ പ്രിൻറ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രിൻറ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങളെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇൻക്ലൂഡ് stdio.h സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ തന്നെ സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റും ആ ഒരു ഹെഡർ ഫയലിനകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം, അല്ലെങ്കിൽ ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ കാണണം. അപ്പോൾ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഹാഷ് ഇൻക്ലൂഡ് math.h എന്നുള്ളൊരു ഹെഡർ ഫയലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽ നിങ്ങൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വോയിഡ് മെയിൻ എന്നുള്ളൊരു ലൈനാണ്. വോയിഡ് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ ഡെഫിനിഷനാണ്. മെയിൻ എന്നുള്ളത് ഫങ്ഷൻ്റെ പേരാണ്. ഏതൊരു സി പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു മെയിൻ ഫങ്ഷൻ ഉണ്ടായിരിക്കും. ആ മെയിൻ ഫങ്ഷൻ തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മെയിൻ എന്നുള്ളതൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. കാരണം മെയിൻ എന്നുള്ള ഫങ്ഷൻ്റെ ഉള്ളിലുള്ള കോഡ് യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂസറാണ് അതിൻ്റെ ലോജിക്ക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ എന്നുള്ളതൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. ഇനി മെയിനിൻ്റെ മുമ്പായിട്ടൊരു വോയിഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. വോയിഡ് എന്നുള്ളത് റിട്ടേൺ ടൈപ്പാണ്. അപ്പോൾ ഒരു ഫങ്ഷൻ എന്താണ്, ഒരു റിട്ടേൺ ടൈപ്പ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. ദെൻ ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ഓപ്പൺ ബ്രാക്കറ്റിൻ്റെയും ക്ലോസ് ബ്രാക്കറ്റിൻ്റെയും ഉള്ളിലാണ് നിങ്ങളെ പ്രോഗ്രാം ലോജിക്ക് എഴുതുക, നിങ്ങളെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. ഡബിൾ സ്ലാഷ് ഉദ്ദേശിക്കുന്നത് കമൻറ്റിംഗ് ആണ്. ആ ലൈൻ കോഡ് കമ്പൈലർ സ്കിപ്പ് ചെയ്യും. അതിന് കമൻറ്റിംഗ് എന്നാണ് പറയുക, സിംഗിൾ ലൈൻ കമൻറ്റിംഗ്. ഇതുപോലെ തന്നെ മൾട്ടി ലൈൻ കമൻറ്റിംഗും ഉണ്ട്. അപ്പോൾ ഇതാണൊരു പ്രോഗ്രാം സ്ട്രക്ചർ. ഈ വീഡിയോ തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്കൊരു സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.